2004 മുതൽ 2020 വരെ സോണിയാഗാന്ധി പ്രതിനിധാനം ചെയ്തിരുന്ന മണ്ഡലമാണ് ഉത്തർപ്രദേശിലെ റായ്ബറേലി. അവിടേക്കാണ് രാഹുൽ ഗാന്ധിയുടെ വരവ്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് ലഭിച്ചത് പരാജയമായിരുന്നു. എന്നാൽ വയനാട്ടിൽ മത്സരിച്ച് നേട്ടമുണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത്തവണയും വയനാട്ടിൽ അദ്ദേഹം രണ്ടാം അംഗത്തിന് ഇറങ്ങുന്നു. എന്നാൽ വമ്പൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച രാഹുലിന് ഇത്തവണ വയനാട്ടിലെ സാഹചര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. വയനാടല്ലാതെ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന റായ്ബറേലി പോലെ ഗാന്ധി കുടുംബത്തിന്റെ അഭിമാന മണ്ഡലമാണ് അമേഠിയും. 1967 അമേഠി ലോക്സഭാ മണ്ഡലം രൂപം കൊണ്ടതിന് ശേഷം അവിടെ 3 തവണ മാത്രമാണ് കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ളത്. 1977 ജനതാദളിന്റെ രവീന്ദ്ര പ്രതാപ് സിംഗും 1998 BJPയുടെ സഞ്ജയ് സിംഗും 2019 സ്മൃതി ഇറാനിയുമാണ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പരാജയപ്പെടുത്തിയത്. 2004 പാർലമെന്ററി രാഷ്ട്രീയത്തിലെത്തിയ രാഹുൽ ഗാന്ധി അമേഠിയിൽ 3 തവണ വിജയിച്ചിട്ടുണ്ട്. 1980 സഞ്ജയ് ഗാന്ധി അമേഠിയിൽ നിന്ന് വിജയിച്ചുവെങ്കിലും MP ആയിരിക്കെ വിമാനാപകടത്തിൽ അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ 1981 രാജീവ് ഗാന്ധി അമേഠിയുടെ MP ആയി. സഞ്ജയ് ഗാന്ധിയുടെ ഭാര്യയായ മേനക ഗാന്ധിയാണ് 1984 രാജീവിനെതിരെ മത്സരിച്ചത്. മഹാത്മാഗാന്ധിയുടെ കൊച്ചുമകനും ജനതാദൾ സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഗാന്ധിയാണ് 1989 രാജീവ് ഗാന്ധി പരാജയപ്പെടുത്തിയത്. 1991 രാജീവിന്റെ മരണശേഷം കോൺഗ്രസിന്റെ സതീഷ് ശർമ്മയാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. 1998 BJPയുടെ സഞ്ജയ് സിംഗ് വിജയിച്ചു. 1999 സോണിയാഗാന്ധി എത്തി മണ്ഡലം തിരിച്ചുപിടിക്കുകയാണ് ചെയ്തത്. ഇനി റായ്ബറേലിയിലെ പോരാട്ട ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ 1952 ഫിറോസ് ഗാന്ധി ആദ്യമായി മത്സരിച്ച മണ്ഡലമാണ് റായ്ബറേലി. 1960 ഫിറോസിന്റെ മരണശേഷം കോൺഗ്രസ് നേതാവ് RP സിംഗും 1962 ബൈജ്നാഥ് കുറിയിലും ഇവിടെ നിന്ന് വിജയിച്ചു. 1967 മുതൽ 77 വരെ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഇവിടെ നിന്ന് മത്സരിച്ച് വിജയിച്ചു. 1980 മേധകിലും റായ്ബറേലിയിലും മത്സരിച്ച് ജയിച്ച ഇന്ദിരാഗാന്ധി റായ്ബറേലിയിലെ MP സ്ഥാനം രാജിവെക്കുകയാണ് ചെയ്തത്. ഇന്ദിരാഗാന്ധിയുടെ അമ്മായിയായ ഷീല കൗളാണ് 1989 1991 റായ്ബറേലിയെ പ്രതിനിധീകരിച്ചത്. സോണിയാഗാന്ധി വരുന്നതുവരെ കോൺഗ്രസിന്റെ സതീഷ് ശർമ്മയായിരുന്നു ഇവിടെ നിന്നുള്ള MP. 2004 മുതൽ സോണിയയാണ് റായ്ബറേലിയിൽ നിന്ന് വിജയിച്ചു കയറിയത്. പക്ഷേ ഇത്തവണ സോണിയാഗാന്ധി ഇല്ല. ആരോഗ്യപരമായ കാരണങ്ങളാണ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് സോണിയാഗാന്ധിയുടെ തീരുമാനത്തിന് പിന്നിൽ. 1977, 1996, 1998 വർഷങ്ങളിൽ റായ്ബറേലിയിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുണ്ട്. എന്തായാലും ഇത്തവണത്തെ റായ്ബറേലിയിലേക്കുള്ള രാഹുലിന്റെ വരവ് കോൺഗ്രസിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട്. തന്റെ അമ്മ സോണിയാഗാന്ധി വാണിരുന്ന റായ്ബറേലിയുടെ മണ്ണിലേക്ക് രാഹുൽ ഗാന്ധി ഇറങ്ങുന്നു. ഇത്തവണ റായ്ബറേലിയിൽ രാഹുൽ ജയിക്കാനുള്ള സാധ്യതകൾ ഉണ്ടെന്നാണ് കോൺഗ്രസ് അണികളും നേതാക്കളും വിലയിരുത്തുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ അവസാന ദിവസമായിരുന്നു കോൺഗ്രസ് റായ്ബറേലിയിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം എന്ന അപ്രതീക്ഷിതമായ പ്രഖ്യാപനം നടത്തിയത്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ UPയിൽ കോൺഗ്രസിന് ഒരു ലോക്സഭാ സീറ്റ് മാത്രമേ നേടാനായുള്ളൂ. ആ സീറ്റ് റായ്ബറേലിയായിരുന്നു. 2024 തിരഞ്ഞെടുപ്പിൽ UPയിലെ ഗാന്ധി കുടുംബത്തിന്റെ അവസാന കോട്ടയും സംരക്ഷിക്കുക എന്ന വെല്ലുവിളിയാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ളത്. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിലാണ് ഇത്തവണ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങിയത്. ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയിൽ വൻ വിജയമാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. എന്നാൽ അതേസമയം എതിരാളികൾ അത്ര നിസ്സാരക്കാരല്ല. BJPയുടെ ദിനേശ് പ്രതാപ് സിംഗിനെയാണ് രാഹുൽ ഇത്തവണ നേരിടുക. യോഗി സർക്കാരിലെ മന്ത്രി കൂടിയാണ് ദിനേശ് പ്രതാപ്. മുൻ കോൺഗ്രസ് നേതാവായ ദിനേശ് പ്രതാപ്
2019 ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപാണ് BJP-യിൽ ചേർന്നത്. 2019 തിരഞ്ഞെടുപ്പിലും സോണിയാഗാന്ധിക്കെതിരെ BJP ദിനേശിനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു. SP-യും കോൺഗ്രസും തമ്മിൽ ഇത്തവണ സഖ്യമുണ്ട്. എന്നാൽ സഖ്യമില്ലാതിരുന്ന കാലത്ത് പോലും കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിനെ പിന്തുണച്ച് SP ഈ സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർത്തിയിരുന്നില്ല. കോൺഗ്രസും BJP-യും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് മത്സരം BSP ത്രികോണമാക്കുന്നു. മായാവതിയുടെ നേതൃത്വത്തിലുള്ള BSP താക്കൂർ പ്രസാദ് യാദവിനെ ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. യാദവ് ദളിത് വോട്ടുകളുടെ പുതിയ സമവാക്യം സൃഷ്ടിക്കുകയാണ് BSPയുടെ തന്ത്രം. എന്നിരുന്നാലും റായ്ബറേലിയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ ഗാന്ധി കുടുംബത്തിലെ അംഗങ്ങൾ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ സമീപ സീറ്റുകളിൽ കാണുന്നത്ര ജാതി ഘടകം ഈ സീറ്റിൽ ആധിപത്യം പുലർത്തില്ലെന്നത് വ്യക്തമാകും. റായ്ബറേലിയിലെ ജാതി സമവാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ റായ്ബറേലി ലോക്സഭാ മണ്ഡലത്തിൽ 11% ബ്രാഹ്മണരും 9% രജപുത്രരും 7% യാദവ ജാതിക്കാരുമുണ്ട്. 34%-ഓളം ദളിത് വോട്ടർമാരുമുണ്ട്. മുസ്ലിമുകൾ 6%-ഉം ലോധകൾ 6%-ഉം കുർമികൾ 4%-ഉമാണ്. മറ്റ് ജാതികളിൽ നിന്നുള്ള വോട്ടർമാരുടെ എണ്ണവും ഏകദേശം 23%-ആണ്. റായ്ബറേലി ലോക്സഭാ സീറ്റ് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ കോട്ടയാണ്. 1951 മുതൽ 1952 വരെ ആദ്യ തിരഞ്ഞെടുപ്പിൽ റായ്ബറേലി, പ്രതാപ്ഗഡ് ജില്ലകൾ ഉൾപ്പെടുന്ന ലോക്സഭാ മണ്ഡലമായിരുന്നു ഇത്. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധി ഇവിടെ നിന്ന് ആദ്യമായി MP-യായി തിരഞ്ഞെടുക്കപ്പെട്ടു. റായ്ബറേലി മണ്ഡലം നിലവിൽ വന്നതിന് ശേഷം രണ്ടാം പൊതു തിരഞ്ഞെടുപ്പിൽ ഫിറോസ് ഗാന്ധി ഈ സീറ്റിൽ മത്സരിക്കുകയും തിരഞ്ഞെടുപ്പിൽ വിജയിച്ച് പാർലമെന്റിലെത്തുകയും ചെയ്തു. തിരഞ്ഞെടുപ്പും ഉപതിരഞ്ഞെടുപ്പും ഉൾപ്പെടെ ആകെ 16 തവണ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ഈ സീറ്റിൽ നിന്ന് വിജയിച്ചപ്പോൾ കോൺഗ്രസേതര സ്ഥാനാർത്ഥികൾ 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും സോണിയാഗാന്ധിയും ഈ സീറ്റിനെ പാർലമെന്റിൽ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 1952-57 ഫിറോസ് ഗാന്ധി, 1960 RP സിംഗ്, 1962 ബൈജ്നാഥ് കുരീൽ, 1967, 1971 ഇന്ദിരാഗാന്ധി എന്നിവർ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് നിന്നു. 1977 രാജ്നാരായൺ ജനതാ പാർട്ടിക്ക് വേണ്ടി MP-യായി. 1980 ഇന്ദിരാഗാന്ധി വീണ്ടും വിജയിച്ചു. 1984 അരുൺ നെഹ്റു കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിയായി. 1989 1991 ഷീല കൗൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ചു. 1996 98 അശോക് സിംഗ് BJP-യുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. 1999 സതീഷ് ശർമ്മ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ജയിച്ചു കയറി. പിന്നീട് അങ്ങോട്ട് സോണിയാഗാന്ധി തന്നെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിച്ചു കയറി പാർലമെന്റിലെത്തിയത്. അത് 2004 മുതൽ 2019 വരെ നീണ്ടു. ഇങ്ങനെയാണ് ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചു കയറിയ MP-മാരുടെ ചരിത്രം. എന്തായാലും ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻപ് നടന്ന തിരഞ്ഞെടുപ്പുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരിക്കും. രാജ്യം മുഴുവൻ BJP തരംഗം സൃഷ്ടിച്ചപ്പോൾ കോൺഗ്രസിന്റെ ഗാന്ധി കുടുംബത്തിന് പഴയ ഊർജ്ജസ്വലതയോടെ തിരിച്ചു വരാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.